വരിക്കാശ്ശേരി മനയെപ്പറ്റി ഇപ്പോൾ കുറെ വിവരങ്ങൾ അറിഞ്ഞില്ലേ? ഇനി നമുക്ക് ഈ തറവാട്ടിലെ അംഗങ്ങളെ പരിചയപ്പെടാം. എനിക്ക് തോന്നുന്നു വീണ്ടും ഞാൻ വരിക്കാശ്ശേരിയിൽ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. മനയ്ക്കുള്ളിലും പുറത്തും ഒരിടക്കാലത്ത് നിന്നിരുന്ന പ്രക്ഷുബ്ധവും സംഭവബഹുലവുമായ കാലഘട്ടമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയിരിക്കുന്നു. അലകളടങ്ങി, തീരം പൊതുവെ ശാന്തമാണ്. ജീവനും ഓജസ്സുമുള്ള കഥാപാത്രങ്ങളും സംഭവങ്ങളും പരിചയപ്പെടേണ്ടതായിരിക്കുന്നു. പക്ഷെ കാലത്തിന്റെ അഗാധതയിൽ അകപ്പെട്ടുപോയി അയവിറക്കപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ചത്. ഇപ്പോഴല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശ്രമം തുടരുന്നു. ഇന്നത്തെ ഏറ്റവും മുതിർന്ന അംഗങ്ങൾ ഏതാണ്ട് 75-ന്റെയും 90-ന്റെയും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. അന്നത്തെ മൂത്ത കാരണവരായ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെയും, രവി നമ്പൂതിരിപ്പാടിനെയും, വാസുദേവൻ നമ്പൂതിരിപ്പാടിനെയും, കുഞ്ഞുണ്ണി നമ്പൂതിരിപ്പാടിനെയും, ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിനെയും ഞാൻ കണ്ടു സംസാരിച്ചു. 800 വർഷങ്ങളിലധികം പഴക്കമുള്ള ഇല്ലത്തിന്റെ പഴയ ചരിത്രത്തെപ്പറ്റി കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. എങ്കിലും കേട്ടുമറന്ന ഓർമ്മകളിൽ കൂടി ചികഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ ഒത്തുവെച്ച് വാസുദേവൻ നമ്പൂതിരിപ്പാട് അവരുടെ പഴയ കുടുംബചരിത്രം മെനഞ്ഞെടുത്തു. ഏതാണ്ട് 250 കൊല്ലങ്ങൾക്ക് മുൻപ് വരിക്കാശ്ശേരിയിലെ പൂർവികനായിരുന്ന ഒരു നമ്പൂതിരിപ്പാട് ചുണ്ടങ്ങമനായിൽ നിന്ന് വേട്ടു. ജാതകവശാൽ അദ്ദേഹത്തിന് 21 വയസ്സുവരെ മാത്രമേ ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ത്രീജാതകം ഒത്തുകിട്ടുവാൻ വളരെ വിഷമിച്ചു. ജാതകങ്ങൾ നോക്കി വിവാഹം നടത്തിയത് തൈക്കാട് വൈദികനായിരുന്നു. പെൺകുട്ടി ഗർഭവതിയായി. 4-5 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്പൂതിരിപ്പാട് മരിച്ചുപോയി. പ്രസവശേഷം ഉണ്ണി നമ്പൂതിരി 5 മാസം പ്രായമായതോടെ ഈ അമ്മയും മരിച്ചു. അങ്ങനെ തികച്ചും നാടകീയവും ദുഃഖകരവുമായ ഒരു രംഗത്തോടെയാണ് വരിക്കാശ്ശേരി കുടുംബചരിത്രം തുടങ്ങുന്നത്. ജാതകങ്ങൾ നോക്കി ഈ അല്പായുസ്കാരനായ ദമ്പതിമാരുടെ വേളി നിശ്ചയിച്ചതിന് തൈക്കാട് വൈദികനോട് നാട്ടുകാർക്ക് പോലും എതിർപ്പ് തോന്നിയിരുന്നു. പക്ഷേ ഉണ്ണി ഉണ്ടാവാൽ വിധേയായ യോഗം, പ്രസവം കഴിഞ്ഞാൽ താമസിയാതെ മരണം എന്നിവ ജാതകത്തിൽ തെളിഞ്ഞുകൊണ്ടതാണത്രേ ഇങ്ങനെയൊത്ര തീരുമാനമെടുത്തത്. ഇല്ലായിരുന്നുവെങ്കിൽ 1 വർഷത്തിനുള്ളിൽ തറവാട് അന്യം നിന്നു പോകുമായിരുന്നു. നമ്പൂതിരിപ്പാട് മരിച്ചപ്പോൾ തന്നെ തറവാട് അന്യം നിന്നു എന്ന് പറഞ്ഞത് സ്വത്തെല്ലാം സർക്കാർ ഏറ്റെടുക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ തമ്പുരാട്ടി ഗർഭവതിയാണെന്ന വിവരം യഥാസമയം കാര്യസ്ഥൻ അറിയിച്ചതുകൊണ്ട് മേൽ നടപടികൾ ഉണ്ടായില്ല. കല്ലിൽ തട്ടി തടിഞ്ഞുപോയ കുടുംബനദി വീണ്ടും അതിന്റെ ഒഴുക്ക് തുടർന്നു. അല്പായുസായി ദമ്പതികൾക്ക് ജനിച്ച ഈ ഉണ്ണി വളർന്നു വലുതായി, വേലി കഴിച്ചു. ഈ വേളിയിൽ 2 ഉണ്ണികളും 3 പെൺകുട്ടികളും ജനിച്ചു. ഒളപ്പണ്ണമണിയിൽ സന്തതിയില്ലാത്തതിനാൽ ആദ്യത്തെ ഉണ്ണിയെ അവിടേക്ക് കൊണ്ടുപോയി. തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് പോയെങ്കിലും ഒളപ്പമണ്ണ നമ്പൂതിരിപ്പാടായി തന്നെ കഴിഞ്ഞു. ഈ ഏട്ടൻ മടങ്ങി വരുന്നില്ലെന്ന് ഉറപ്പായപ്പോഴാണ് അഞ്ചൻ വേൽക്കുന്നത്. കക്കാട്ടുമനയിൽ നിന്നാണ് വേലി കഴിച്ചത്. ഇവരുടെ 24 കൊല്ലത്തെ വിവാഹ ജീവിതത്തിനിടയ്ക്ക് 10 മക്കളെ പ്രസവിച്ചു. 5 ഉണ്ണികളും 5 പെൺകുട്ടികളും. ഒന്നാമത്തെ മകൻ വാസുദേവൻ നമ്പൂതിരിപ്പാട് അടാട്ട് കൂറൂർ മനയിൽ വേലി കഴിച്ചു. ഇദ്ദേഹവും 2ാമത്തെ മകനും ചെറുപ്പത്തിലേ മരിച്ചു. 3ാമത്തെ മകനാണ് നാരായണൻ നമ്പൂതിരിപ്പാട്, നമ്മുടെ കതിരയിലെ മുത്തച്ഛന്റെ കഥ. ഈ മുതുമുത്തച്ഛൻ വെട്ടത്ത ഒരു പുല്ലശ്ശേരി മനയിൽ നിന്നാണ് വേട്ടത്. ഇവർക്ക് 9 പ്രസവത്തിലായി 11 കുട്ടികൾ ജനിച്ചു. പക്ഷെ ആദ്യത്തെ 9 കുട്ടികളും നന്നേ ചെറുപ്പത്തിലേ മരിച്ചു. ഒരു മകളും മകനും മാത്രം മരണത്തെ അതിജീവിച്ചു. മകളെ ഒരു പുല്ലാശ്ശേരിയിലേക്ക് വേലി കഴിച്ചു കൊടുത്തു. മകനാണ് നമ്മുടെ കഥയിലെ മുത്തച്ഛൻ നാരായണൻ എന്ന കാവ് നമ്പൂതിരിപ്പാട്. സന്താന ദുഃഖവും അനായോഗ്യവും കാരണം മുതുമുത്തശ്ശിയമ്മ 40-ാം വയസ്സിൽ തന്നെ മരിച്ചു. മാനസികമായി വളരെ തളർന്നുപോയ മുതുമുത്തച്ഛനും അധികം താമസിയാതെ മരിച്ചു. മുതുമുത്തച്ഛന്റെ അവസാന സന്തതികളായ കാവ് നമ്പൂതിരിപ്പാടും സഹോദരിയും തീരെ ചെറിയ കുട്ടികളായതിന് വല്യപ്പൻ നമ്പൂതിരിപ്പാട്, അതായത് രവി നമ്പൂതിരിപ്പാട് 60 വയസ്സായെങ്കിലും വേൽക്കുവാൻ തയ്യാറായി. സ്വജാതിയിൽ നിന്നും മൂത്തത് ആൺസന്തതി മാത്രമേ വിവാഹം ചെയ്യാറുള്ളൂ എന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി വാഴപ്പള്ളി മനയിലെ ഉമാദേവി അന്തർജനത്തിനെ വേട്ടു. ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായി ഓർക്കുവാൻ സാധിക്കുന്നത് അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കാലത്തെക്കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ പ്രധാനമായും 3 തലമുറകളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇന്നത്തെ തലമുറയുടെയും അവരുടെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും. ഇത് വരിക്കാശ്ശേരിയുടെ കഥയാണ്, കേരളത്തിൻ്റെയും. ഇക്കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, ചരിത്ര പശ്ചാത്തലത്തിൽ വിവിധ സർക്കാരുകളുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചതിൻ്റെ കൂടെ കഥയാണിത്. ഇവരുടെ ജീവിതവും കേരള ജനതയുടെ ചരിത്രവുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്.
നമുക്ക് മുത്തച്ഛൻ്റെ കഥയിൽ നിന്നും തുടങ്ങാം. വരിക്കാശ്ശേരിയിലെ ഇന്നത്തെ കാരണവരായ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുത്തച്ഛൻ നാരായണൻ നമ്പൂതിരിപ്പാട് 1871 ജനിച്ചു. ഒരു നല്ല സംസ്കൃത പണ്ഡിതനായിരുന്നു. വേദാന്തത്തിലും ജ്യോതിഷത്തിലും വേദാന്തോച്ചാരണത്തിലും അതീവ പരക്തൻ. പ്രശസ്തനായ അയ്യാ ശാസ്ത്രികൾ പോലും നാരായണൻ നമ്പൂതിരിപ്പാടിനോട് അത്രേ സംശയങ്ങൾ ചോദിച്ചത്. 4 വേദങ്ങളിലും ഒന്നാമതായ ഋഗ്വേദത്തിന് മുഖ്യമായും 2 പാഠശാലകൾ ഉണ്ടായിരുന്നു, തൃശ്ശൂരും തിരുനാവായരും. അതിൽ തൃശ്ശൂർ യോഗത്തിൽപ്പെട്ടതാണ് വരിക്കാശ്ശേരി ഇല്ലം. തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ വേദപഠനത്തിന് ശേഷം സംസ്കൃതം, വേദാന്തം, യോഗം എന്നിവ മനക്കൽ തന്നെ അഭ്യസിച്ചു. ദിവസേന വളരെ സമയം സംസ്കൃത വേദാന്ത പഠനത്തിനും യോഗത്തിനും ധ്യാനത്തിനും മറ്റുമായി നീക്കിവെച്ചിരിക്കുന്നുവെങ്കിലും രാവിലെ 11 മണി വരെ തേവാരം തന്നെ ധ്യാന സമയത്ത് ഭൂസ്പർശമില്ലാതെയാണ് മുത്തച്ഛനെ കാണാറുള്ളത്. പൂജാരി മടങ്ങൾ നമ്പൂതിരി പറയാറുണ്ടായിരുന്നു അത്രേ, സാളഗ്രാമം, ശംഖ്, ശിവലിംഗം എന്നിവയെപ്പറ്റി നല്ല ജ്ഞാനം. സാളഗ്രാമത്തിൽ ലെൻസിൽ കൂടി സൂര്യലക്ഷ്മി കടത്തി മുത്തച്ഛൻ പറയാറുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ തേടി ധാരാളം സന്ദർശകരും മനയിൽ അക്കാലത്ത് എത്താറുണ്ടായിരുന്നുവെന്ന് ഇന്നത്തെ തലമുറ ഓർക്കുന്നു. ഈയിടെ അന്തരിച്ച കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഒരു കഥയും പറഞ്ഞു. മുത്തച്ഛന്റെ കയ്യിലുള്ള സാളഗ്രാമത്തിന്റെ മന്ത്രം സന്താന ഗോപാലമായിരുന്നു. ഈ സാളഗ്രാമം ഏതാണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം മനക്കൽ നിന്ന് കളവുപോയി. ഉടനെ തന്നെ ഗുരുവായൂരിൽ താമസിക്കുമായിരുന്ന പ്രശസ്ത ജ്യോതിഷി പുതുശ്ശേരി നമ്പൂതിരിയെ കാണുവാൻ പോയി. വിവരങ്ങളെല്ലാം പറയും മുൻപ് തന്നെ സാളഗ്രാമത്തിന്റെ കാര്യത്തിന് അന്വേഷിച്ച് പോകേണ്ടതില്ല, മടങ്ങിയെത്തുമെന്ന് ജ്യോതിഷി പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ സാളഗ്രാമത്തിന് ഒരു പോറൽ വീടരുത്. ഇതിന് അണ്ടലാടി നമ്പൂതിരിയെ കണ്ട് പരിഹാരം ചെയ്യിപ്പിച്ച് ഇപ്പോഴും അതേ മന്ത്രം വെച്ച് പൂജ നടത്തി വരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് മുത്തച്ഛനെ പറ്റി കേട്ടിപ്പറഞ്ഞ പല കാര്യങ്ങളും പറയുവാനുണ്ട്. മുത്തച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഒരു പ്രമേഹ രോഗിയായിരുന്നു. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ. ദിവസവും കൈപ്പയ്ക്ക മെഴുക്കും പുരട്ടി നിർബന്ധമായിരുന്നു. വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഓർമ്മകളാണിതെല്ലാം. കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് മുത്തച്ഛന്റെ ഇംഗ്ലീഷ് വിരോധത്തിനെ കുറിച്ചാണ് പറയുവാനുണ്ടായിരുന്നത്. മൂത്ത 2 ഏട്ടന്മാരും മുത്തച്ഛൻ അറിയാതെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പോയത്. മുത്തച്ഛൻ അവരോട് സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല. അവസാനം മരിക്കാറായപ്പോൾ ഈ 2 പേരക്കുട്ടികളെയും അടുത്ത് വിളിപ്പിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആരോടും ഒരു വൈരാഗ്യവും മനസ്സിൽ വെച്ച് മരിച്ചു പോകുന്നരുതല്ലോ എന്ന് മാത്രമായിരുന്നു മുത്തച്ഛന്റെ ചിന്ത. പേരക്കുട്ടിയായ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ കൂടിയിരുന്ന് ശുശ്രൂഷിച്ചു. മുത്തച്ഛൻ ഇദ്ദേഹത്തെ നന്നായി അനുഗ്രഹിക്കുകയും ചെയ്തു. മുത്തച്ഛനെ പറ്റിയുള്ള പഴയ ഓർമ്മകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കഥ ഇങ്ങനെയായിരുന്നു. ബ്രഹ്മസ്വ മഠത്തിന്റെ വാത്യൻ കേസിന്റെ സമയം. മുത്തച്ഛനും അച്ഛനും 2 പക്ഷത്തായിരുന്നു. യഥാസ്ഥിതിയുടെ ഭാഗത്തായിരുന്നു മുത്തച്ഛൻ. കോടതിയിൽ പൊളി പറയുവാൻ വിസമ്മതിച്ചതിനാൽ കേസ് അവർക്കെതിരായി വിധിയായി. വരിക്കാശ്ശേരി നമ്പൂതിരിപ്പാടിനെ വിചാരണ ചെയ്യുന്നത് കാണുവാൻ തന്നെ കോടതിയിൽ വക്കീലന്മാർ എല്ലാവരും ഹാജരായിരുന്നു അത്രേ. ഇതുകൊണ്ടാണത്രേ കോടതി നടപടികൾ പങ്കെടുത്തതു. ഭൂമി നടത്തുന്ന കുടിയാന്മാർക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം കൊടുക്കുന്ന വിഷയം സംബന്ധിച്ച് സർക്കാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള കത്ത് വന്നപ്പോൾ സ്ഥിരാവകാശം കൊടുക്കണമെന്ന് ഇദ്ദേഹവും കുതിരവട്ടത്ത് തമ്പാനും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളതെന്ന് വാസുദേവൻ നമ്പൂതിരിപ്പാട് അറിയിച്ചു. അഖിലേന്ത്യാ ആസ്തിക സഭ പാലക്കാട്ട് വെച്ചാട് നടത്തുകയുണ്ടായി. അതിൽ മുത്തച്ഛന്റെ സംസ്കൃതത്തിലുള്ള പ്രബന്ധമാണത്ര ഏറെ ശ്രദ്ധേയമായത്. പ്രത്യേകം കീർത്തി മുദ്രയും ലഭിച്ചു. വേദപഠനവും വേദസദസ്സും വേദാന്തവും പഠിപ്പിക്കലും അന്നദാനവും ആന എഴുന്നള്ളിക്കലും എല്ലാമായി ഒരു മികച്ച സമ്പന്ന ആഢ്യ ബ്രാഹ്മണന്റെ ദിനചര്യയോടെ മുത്തച്ഛൻ ജീവിച്ചു. അക്കാലത്ത് നമ്പൂതിരിമാർ സാമാന്യ ലളിത ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത്. പക്ഷേ സമൂഹത്തിലെ പരമാധികാരികളായി അവർ വാഴിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അത്. TV കൃഷ്ണൻ വിവർത്തനം ചെയ്തു പ്രസിദ്ധീകരിച്ച ലോകന്റെ മലബാർ മാനുവലിൽ നമ്പൂതിരി ജീവിതത്തെ പരാമർശിക്കുന്നുണ്ട്. അധികാലത്ത് 3 മണിക്ക് അവർ അർദ്ധനഗ്നരായി തങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾക്കായി അമ്പലത്തിലേക്ക് പോകുന്നു. മതാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവർ ഇതിനുശേഷം 11 മണി വരെ വേദപാരായണത്തിൽ ഏർപ്പെടുന്നു. 11 മണിക്ക് ഭക്ഷണം കഴിച്ച് വിവിധങ്ങളായ ദിനചര്യകൾ നിർവഹിക്കുന്നു. മൗനവ്രതത്തിൽ കഴിയുന്നവരും കുറവില്ല. വൈകുന്നേരമായാൽ എണ്ണ തേച്ച് കുളിച്ച് വീണ്ടും രാത്രി 9 മണി വരെ ക്ഷേത്രസന്നിധിയിൽ പ്രാർത്ഥനയിൽ കഴിയുന്നു. അതിനുശേഷം ആഹാരം കഴിച്ച് കിടന്നുറങ്ങുന്നു. അവരുടെ ഉടുപ്പും അത്ര തന്നെ ലളിതമാണ്. ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും. വിശേഷ സന്ദർഭങ്ങളിൽ ഉടുമുണ്ടിന് മേൽമുണ്ടും അരയിൽ ചുറ്റും. ജാതിന്മേന്മ കുറയ്ക്കുവാൻ ചന്ദനവും ഭസ്മവും കൊണ്ട് നെറ്റിത്തടത്തിലും മാറത്തും കൈകളിലും കുറികൾ വരയ്ക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്.
മുത്തച്ഛന്റെ കാലത്ത് നമ്പൂതിരി സമുദായം എത്ര ഉന്നത സ്ഥാനത്തായിരുന്നുവെന്ന് ഇന്ന് മനസ്സിലാവണമെങ്കിൽ നമ്പൂതിരിയെക്കുറിച്ച് ഏതാണ്ട് കാലത്തുള്ള തിരുവിതാംകൂർ സെൻസസ് റിപ്പോർട്ട് ലോഗൻ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ ദേഹം പവിത്രമത്രേ, നിർദ്ദേശങ്ങൾ ആജ്ഞയത്രേ, ചലനം എഴുന്നള്ളുന്നത്രേ, ആഹാരം അമൃതത്രേ, മനുഷ്യജീവികളിൽ ഏറ്റവും പൂജനീയൻ, ഭൂമിയിൽ ഈശ്വരന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. മലബാറിൽ യാത്ര ചെയ്ത ഒരു യൂറോപ്യൻ ലേഖകൻ മദ്രാസ് ടൈംസ് കേരളം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബി ഭാസ്കര പത്രത്തിൽ എഴുതിയ മിത്രവാദി പുസ്തകം 7 ജൂൺ ലക്കം 6 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലേഖനത്തിന്റെ പ്രസക്ത ഭാഗം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. നമ്പൂതിരിമാരാകുന്നു കേരളത്തിലെ പുരോഹിതന്മാർ. ഭൂമിയിൽ അവർക്ക് മീതെ ആരും തന്നെയില്ല. മലബാറിലെ വലിയ ഭൂമി ഉടമസ്ഥന്മാരും അവരാകുന്നു. പുരോഹിതന്മാരും ജന്മികളും അവർ തന്നെ. ആകയാൽ രാജ്യം ഭരിക്കുന്നത് സൂക്ഷ്മത്തിൽ അവരാണെന്ന് പറയാം. അവരുടെ ശരീരം പാവനവും വാക്ക് നിയമവുമാവുന്നു. നമ്പൂതിരി വരുമ്പോൾ മനുഷ്യരും മൃഗവും വഴിയിൽ നിന്ന് ഓടണു. നമ്പൂതിരിയെ ഒരു 100 വാര ദൂരെ കണ്ടാൽ പുരുഷനായാലും സ്ത്രീ ആയാലും വേണ്ടില്ല, എവിടെയെങ്കിലും ഓടി വഴി ഓടിച്ചു കൊടുക്കാതിരിക്കുവാൻ പാടില്ല. ഇന്ത്യയിൽ അന്യപ്രദേശങ്ങളിലുള്ള ബ്രാഹ്മണർ കൂടി നമ്പൂതിരിയുടെ താഴെയാണെന്ന് കൂടെ വെച്ചിരിക്കുന്നത്. മനുഷ്യരായി പിറന്നവരിൽ നമ്പൂതിരിമാരാണ് ഭാഗ്യവാന്മാർ. ഒരു നാട്ടുരാജാവിന്റെ രാജ്യത്ത് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയ്ക്കും കൂടി നമ്പൂതിരിമാരുടെ കാര്യത്തിൽ വ്യത്യാസപ്പെടുത്തിയിരുന്നു. നമ്പൂതിരി മറ്റാരുടെ കഴുത്തിൽ കത്തിവെച്ച് അറുത്താൽ കൂടി അയാളെ തൂക്കിക്കൊല്ലുവാൻ പാടില്ല. നമ്പൂതിരിമാർക്ക് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ ലഭിച്ചിരുന്ന സ്ഥാനത്തെപ്പറ്റി ചരിത്രം രേഖപ്പെടുത്തിയതാണിത്. മനുഷ്യരിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്നവർക്കും തമ്പ്രാക്കൾ വരുമ്പോൾ വഴിമാറി നടക്കേണ്ടി വന്നതിൻ്റെയും ഐത്തത്തിൻ്റെയും കഥകളൊക്കെ പറയുവാനുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലക്കുളത്തിന്റെ കരയിൽ നല്ലൊരു അമ്പലമുണ്ടായിരുന്നു. ആ വഴി തമ്പ്രാക്കൾ വരാറുണ്ടായിരുന്നു. വഴിമാറി നടക്കുവാൻ വേണ്ടി കൂടിയുള്ള വാളുകൾ ഉറക്കെ ശബ്ദമുണ്ടാക്കിയിരുന്ന കഥയൊക്കെ ഞങ്ങളുടെ മുത്തശ്ശിയമ്മ പറയാറുണ്ടായിരുന്നു. മനക്കിലെ കുളത്തിൽ എല്ലാ ജാതിക്കാർക്കും കുളിക്കുവാൻ അവകാശമില്ല. കുളം അശുദ്ധമാകും. ജാതി വ്യവസ്ഥയുടെ താഴേട്ടത്തിൽ നിന്നിക്കുന്നവർക്ക് മനുഷ്യത്വപരമായ പെരുമാറ്റം പോലും നിഷേധിക്കപ്പെട്ട സംഭവങ്ങളാണ്. മനുഷ്യരിയിലെ പഴയ തലമുറയിലെ തലമുതിർന്നവരുടെ സ്വകാര്യ ദുഃഖങ്ങളാണ്. പക്ഷെ ഇതിലൊരു തട്ടിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നത് വേറെ ഒരു സത്യം. ജാതി വ്യവസ്ഥയുടെ താഴെ തട്ടിൽ ഇരുന്നവർക്കെല്ലാം മീതെയുള്ള തട്ടിൽ ഇരിക്കുന്നവർക്കും ഇത്തരം പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ സമ്പത്തും ഐശ്വര്യവും ആഠിത്യവും കനിഞ്ഞനുഗ്രഹിച്ച നാരായണൻ കാവ് നമ്പൂതിരിപ്പാട് ആരാ? ആ രാജകീയ പ്രൗഢിയുടെ തന്നെയായിരുന്നു 66-ാം വയസ്സ് വരെ ജീവിച്ചിരുന്നു. പിൽക്കാലത്ത് സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളിൽ വളരെ ഗൗരവമായ മാറ്റങ്ങൾക്കുള്ള വിത്തുകൾ അന്നേ മണ്ണിനടിയിൽ അടിഞ്ഞുകിടന്നുണ്ടായിരുന്നുവെങ്കിലും മുത്തശ്ശിയുടെ പേർ പാർവതി അന്തർജനം. കുടമാളൂർ തെക്കെടുത്ത് മലയിലാണ്. നല്ല കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. പക്ഷേ 34-ാം വയസ്സിലും മരിച്ചുപോയി. ഇവർക്ക് മക്കളായ 2 ഉണ്ണികളും ഒരു പെൺകുട്ടി. മൂത്ത മകനാണ് ഉണ്ണി എന്ന നാരായണൻ നമ്പൂതിരിപ്പാട്. അനുജനാണ് രവി നമ്പൂതിരിപ്പാട്. അനുജത്തി ഉമയെ കൂറൂർ നാരായണൻ നമ്പൂതിരിപ്പാടാണ് വീട് കഴിച്ചത്. മുത്തശ്ശി അമ്മയുടെ ഒരു ബാല്യകാല സംഭവം പേരക്കുട്ടികൾ പറഞ്ഞ കഥയാണ്. അവരുടെ ഇല്ലത്തിന്റെ മുന്നിലെ പുഴയിലാണ് അവർ കുളിക്കാറുള്ളത്. ഒരു ദിവസം ഇവർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്കരെ ഒരു മുതല വെള്ളത്തിൽ ചാടി. ഇത് കണ്ട ദാസിയും ഉടനെ വെള്ളത്തിൽ ചാടി. കുട്ടിയെ കരക്കെടുത്തു. കുട്ടി കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ വന്ന് മുതല വെട്ടിയത്രേ. മുത്തച്ഛൻ്റെ അനുജൻ രവി എന്ന അനുജൻ നമ്പൂതിരിപ്പാട് മുത്തപ്പൻ ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 2 പ്രാവശ്യം പൊളിച്ചെഴുത്ത്, അതായത് പാട്ടം പുതുക്കൽ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പൊളിച്ചെഴുത്തും ഉണ്ടായിട്ടില്ല. വളരെ പ്രതാപത്തോടുകൂടിയുള്ള സംഭവബഹുലമായ ജീവിതം. 76-ാം വയസ്സിൽ മരണമടഞ്ഞു. ഇദ്ദേഹത്തിന്റെ മകൻ രവി എന്ന അനുജൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹം അങ്കാരത്താണ് വിവാഹം ചെയ്തത്. നല്ല പ്രാപ്തനും സമർത്ഥനുമായ ഭരണാധിപനായിരുന്നു. പക്ഷേ വസൂരി രോഗം വന്ന് 32-ാം വയസ്സിൽ തന്നെ മരണപ്പെട്ടു. ജാതകവശാൽ അകാല മൃത്യു കണ്ടതുകൊണ്ട് പരിഹാരമായ ഒരു പ്രഗൽ ജ്യോതിഷി 2 മോതിരങ്ങൾ കൊടുത്തിരുന്നു. ഒന്നാദ്യമേ നഷ്ടപ്പെട്ടു. മറ്റേത് ധരിച്ച് മുറച്ചപ്പ് കാലത്ത് തിരുവനന്തപുരത്തേക്ക് പോയി. ഒരു ദിവസം കുളി കഴിഞ്ഞപ്പോൾ എടുക്കുവാൻ മറന്നുപോയി. ഇല്ലത്തേക്ക് വന്നപ്പോഴേക്കും കടുത്ത പനി, തുടർന്ന് വസൂരിയും. പ്രതാപത്തോടെയായിരുന്ന ആ ജീവിതം അങ്ങനെ അവസാനിച്ചു. അല്പായുസുകാരനായിരുന്നുവെങ്കിലും ദീർഘായുസുള്ള ഒരു മനസ്സൃഷ്ടിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹത്തിന്റെ സഹോദരി സാവിത്രി അന്തർജനത്തിനെ കിളിമംഗലത്ത് മന്ത്രിടത്തിലെ മരുമകൻ വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ വേളി കഴിച്ചു കൊടുത്തു.